അപ്പോൾ ഇന്ന് നടന്ന, അതായത് ഫെബ്രുവരി 8-ാം തീയതി നടന്ന 10th ലെവൽ പ്രിലിംസിൻ്റെ കുറേ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ബാക്കി 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് നോക്കാം. √0.01 ഇൻറ്റു √0.0025. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 0.01 എന്ന് പറയുമ്പോൾ 1/100 ആണല്ലോ, അപ്പോൾ അത് എഴുതി. 0.0025 എന്ന് പറയുമ്പോൾ 25, അതായത് 25/10,000 ആണ്. അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ട് എഴുതി, പോയിൻ്റില്ല, നമ്മൾ എഴുതി. അടുത്ത റൂട്ടിന് ഇത് കോമൺ ആയിട്ട് കിടക്കുന്നതാണ്, അതിനെ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂട്ട് കൊടുക്കാം. √1/√100 അങ്ങനെ കൊടുത്തു. അപ്പോൾ √1ൻ്റെ വാല്യൂ 1 തന്നെയാണ്. √100 എന്ന് പറയുമ്പോൾ 10 ആണ്. √25 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഈ 100ൻ്റെ സ്ക്വയറാണ് എന്തോന്ന് 10,000. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തു. അടുത്ത് ഈ 5 അതുപോലെ എഴുതി. ബാക്കി താഴെ എത്രയുണ്ട്, 1000 ഉണ്ട്. അപ്പോൾ 5 കഴിഞ്ഞ് 3 പോയിൻ്റ് മാറ്റി 0 കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇത് വരുന്നത്. അടുത്ത് 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ആണ്. ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 27 × 23 അത് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സം 50 ആണ്. അവർ പറയുന്നത് പോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 621 കിട്ടുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ അല്ല. ഓരോന്നിൻ്റെ അടുത്തുള്ള ഒറ്റ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണനഫലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷമുള്ള ഒറ്റ സംഖ്യയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 27ൻ്റെ ശേഷമുള്ളത് 29, 23ന് ശേഷമുള്ളത് 25, അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 725 കിട്ടും. ഓക്കെ, അടുത്ത് ചോദിച്ചിരിക്കുന്നത് 122 × 41 5002 ആയാൽ ഇതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും 2 ഡെസിമൽ പോയിൻറ്റ് മാറുമ്പോഴാണല്ലോ ഇത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആൻസറിൽ നിന്ന് 2 ഡെസിമൽ പോയിൻറ്റ് മാറ്റി എഴുതുമ്പോൾ സി കിട്ടും.